ഈ വീഡിയോയിൽ നമ്മൾ സീരീസിന്റെ കൺവേർജൻസും ഡൈവേർജൻസും ചെക്ക് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ടെസ്റ്റിന്റെ പേരാണ് റേഷ്യോ ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് റോ ഇസ് ഈക്വൽ ടു ഒരു ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1 ഡിവൈഡഡ് ബൈ an, വേർ an ഇസ് ദി nth ടേം ഓഫ് ദി ഗിവൺ സീരീസ്. ഈ ഒരു റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക. n ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് തന്നുള്ള സീരീസ് കൺവേർജന്റ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഡൈവേർജസ് ആയിരിക്കും. ഇനി നമുക്ക് കിട്ടുന്ന ലിമിറ്റ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിന് നമുക്ക് കൺവേർജൻസ് ആണോ ഡൈവേർജൻസ് ആണോ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ വേറെ ടെസ്റ്റിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ സീരീസിന്റെ കൺവേർജൻസും ഡൈവേർജൻസും പറയാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് റേഷ്യോ ടെസ്റ്റ്. ഇനി ഈ ടെസ്റ്റ് എവിടെയാണ് കൂടുതൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന സീരീസിൽ ഫാക്ടോറിയൽസിന്റെ പോർഷൻസ് വരിക അല്ലെങ്കിൽ പവർ കെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും ഈ റേഷ്യോ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് ആൻസർ കിട്ടാൻ എളുപ്പമായിട്ടുള്ളത്. നമുക്ക് കുറച്ച് പ്രോബ്ലംസുകളിലേക്ക് പോവാം. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് σ1 ബൈ k ഫാക്ടോറിയൽ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ തന്നെ ഫാക്ടോറിയൽ വന്നിട്ടുണ്ട്. സോ റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും ഏറ്റവും പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ nth ടേം അല്ല, ഇൻ ടേംസ് ഓഫ് k തന്നുകൊണ്ട് നമ്മൾ ak എന്നായിരിക്കും ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 ബൈ k ഫാക്ടോറിയൽ. നെക്സ്റ്റ് നമുക്കൊരു ak+1 വേണം. അതായത് എവിടെയൊക്കെ k ഉണ്ടായിരുന്നോ അവിടെയെല്ലാം k+1 ആക്കിയിട്ട് മാറ്റാം. സോ 1 ഡിവൈഡഡ് ബൈ k+1 ഫാക്ടോറിയൽ. ഇനി നമ്മൾ റോ എന്നുള്ള ലിമിറ്റ് ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി ak+1 ഡിവൈഡഡ് ബൈ ak. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി ak+1, അതായത് 1 ബൈ k+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ak. ആ ഡിവൈഡഡ് ബൈ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് എടുത്തു കഴിഞ്ഞാൽ k ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി. നമുക്ക് ന്യൂമറേറ്ററിൽ k ഫാക്ടോറിയൽ ആണ് ഡിവൈഡഡ് ബൈ k+1 ഫാക്ടോറിയൽ. എങ്ങനെ എഴുതാണ്? ഫാക്ടോറിയൽസ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ നമ്മൾ താഴേക്ക് കുറച്ചിട്ടാണ് എഴുതുക. k+1 ഇൻറ്റു അടുത്തത് അതിന്റെ താഴെയുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ k, വീണ്ടും k-1 അങ്ങനെ തന്നെ പോകും. അതായത് k+1 ഇൻറ്റു k ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാം. സോ ഫാക്ടോറിയൽസുകളെല്ലാം ഇതിന്ന് ക്യാൻസൽ ചെയ്ത് പോകും. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. k ഇൻഫിനിറ്റിയാണ് കൊടുക്കണേ. സോ 1 ഡിവൈഡഡ് ബൈ താഴെയായിരിക്കും ഇൻഫിനിറ്റി വരിക. 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ആൻസർ 0. കിട്ടിയ ലിമിറ്റ് ലെസ് ദാൻ 1 ആണ്. സോ ദ ഗിവൺ സീരീസ് കൺവേർജസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ ആൻസർ. സെക്കൻഡ് പ്രോബ്ലം k ഡിവൈഡഡ് ബൈ 2 റേസ് ടു k. ഇവിടെയും k ടേമിലായതുകൊണ്ട് നമുക്ക് ak എഴുതാം. ദാറ്റ് ഈസ് k ഡിവൈഡഡ് ബൈ 2 പവർ k. ak+1 എവിടെയൊക്കെ k ഉണ്ടോ അതെല്ലാം k+1. അപ്പോൾ k+1 ഡിവൈഡഡ് ബൈ 2 പവർ k+1. നമുക്ക് ഇനി റോ ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി ak+1, അതായത് k+1 ഡിവൈഡഡ് ബൈ 2 പവർ k+1 ഡിവൈഡഡ് ബൈ ak. അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ 2 പവർ k ഡിവൈഡഡ് ബൈ k എന്നായിരിക്കും വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി. നമുക്ക് ഇതിൽ ഈ 2 പവർ k+1 എന്നുള്ളതിനെ 2 പവർ k ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 2 പവർ kകളെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് 2 പവർ k ഇൻറ്റു 2 എന്ന് എഴുതാം. ഇവിടെ 2 പവർ k ബൈ k. സോ 2 പവർ kകളെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഇവിടെ k+1 താഴെ k എന്ന് വേണം. നമുക്ക് k ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ k ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 + 1 ബൈ k എന്ന് ന്യൂമറേറ്ററിൽ വരും. താഴെ 2k എന്നും വരും. അപ്പോൾ k ക്യാൻസൽ ചെയ്ത് പോകും. നിങ്ങൾ ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 പ്ലസ് മുകളിൽ 0 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2, അതായത് 1 ബൈ 2 എന്നായിരിക്കും വരിക. ലെസ് ദാൻ 1. സോ കൺവേർജസ്. അപ്പോൾ ഫാക്ടോറിയൽ വരുന്നിടത്തും പവറിൽ k ഒക്കെ വരുന്നിടത്തും കൂടുതലും റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്നത്. തേർഡ് പ്രോബ്ലം k പവർ k ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ. ഈ പ്രോബ്ലത്തിൽ പവറും വന്നിട്ടുണ്ട്, ഫാക്ടോറിയലിന്റെ പോർഷനും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റിസൾട്ട് തന്നെ യൂസ് ചെയ്യാം. ഹിയർ k പവർ k ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ എന്നാണ്. ak+1 ഇസ് ഈക്വൽ ടു k+1 പവർ k+1 ഡിവൈഡഡ് ബൈ k+1 ഫാക്ടോറിയൽ. നേരെ നമുക്ക് ലിമിറ്റിലേക്ക് പോകാം. ദാറ്റ് ഇസ് ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി ak+1, അതായത് k+1 പവർ k+1 ഡിവൈഡഡ് ബൈ k+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ak. അത് നമുക്ക് ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു k ഫാക്ടോറിയൽ ബൈ k പവർ k എന്നായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഈ k+1 പവർ k+1 നമുക്ക് എങ്ങനെ എഴുതാം? k+1 പവർ k ഇൻറ്റു k+1 എന്ന് എഴുതാം. പിന്നെ അവിടെ അപ്പുറത്തെടുക്കുന്ന k ഫാക്ടോറിയൽ ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇവിടെ k+1 ഫാക്ടോറിയലിനെ k+1 ഇൻറ്റു k ഫാക്ടോറിയൽ എന്ന് എഴുതാം. പിന്നെയുള്ളത് ഒരു k പവർ k. ഇതിൽ ടേംസുകൾ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ k ഫാക്ടോറിയൽസ് പോകും, ഒരു k+1 ഉള്ളതും പോകും. അതായത് ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി k+1 പവർ k ഡിവൈഡഡ് ബൈ k പവർ k പ്ലസ് 1 ബൈ k ഹോൾ പവർ k. ഈ രീതിയിലൊക്കെ അതിന് എഴുതാൻ പറ്റും. ഇവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വാല്യൂ ഇല്ല. പക്ഷെ നമ്മൾ റിസൾട്ട് പഠിക്കുന്നുണ്ട്. ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി k+1 ഡിവൈഡഡ് ബൈ k ഹോൾ പവർ k എന്ന് പറയുന്നത് e എന്നുള്ള വാല്യൂ ആണ്. ഇതൊരു ലിമിറ്റ് ആണ് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ e ആണ് കിട്ടുക. ഇയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 2.718 ആ രീതിയിലാണ് വരിക. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമ്മുടെ ഈ സീരീസ് ഡൈവേർജസിലേക്കായിരിക്കും പോകുന്നത്.
നെക്സ്റ്റ് പ്രോബ്ലം സിഗ്മ 2k ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 പവർ k. ഇവിടെയും ഫാക്ടോറിയലും പവറിലും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇതിലും നമുക്ക് ak പ്ലസ് 1 ചെയ്യുമ്പോൾ കിട്ടുന്നത് നോക്കാം. നമുക്ക് നേരിട്ട് റോ എഴുതി നോക്കി നോക്കാം. ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി ak പ്ലസ് 1 സോ 2 ഇൻറ്റു k പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 റേസ് ടു k പ്ലസ് 1 ഇൻറ്റു ak, അതായത് 4 റേസ് ടു k ബൈ 2k ദ ഫാക്ടോറിയൽ എന്നായിരിക്കും വരുന്നത്. ഇതിലിപ്പോൾ എഴുതുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഈ 2 ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k പ്ലസ് 2 ഫാക്ടോറിയൽ എന്നായിരിക്കും വരിക. അപ്പോൾ 2k പ്ലസ് 2 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 2k പ്ലസ് 2 പിന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ 2k പ്ലസ് 1 അടുത്തത് 2k. അപ്പോൾ അവിടെ നമുക്ക് നിർത്താം, കാരണം നമ്മുടെ ഒരു 2k ഫാക്ടോറിയൽ താഴെ കിടക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തേയുള്ള 4 റേസ് ടു k ഉണ്ട് ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 4 റേസ് ടു k ആക്കി എഴുതാം, ഇൻറ്റു 4 എഴുതാം. പിന്നെ ഇപ്പുറത്ത് കിടക്കുന്ന 2k ഫാക്ടോറിയൽ. ഇപ്പോൾ നമുക്ക് 4 റേസ് ടു kകൾ ക്യാൻസൽ ചെയ്ത് പോകും, 2k ഫാക്ടോറിയൽസും ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് k ഔട്ട്സൈഡ് എടുക്കണമെങ്കിൽ ഔട്ട്സൈഡ് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എക്സ്പാൻഷൻ വേണമെങ്കിലും ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിൽ kയുടെ ഈ ഒരു ടേംസ് പോലും ഇല്ല, അതായത് നമുക്ക് ഇനി ക്യാൻസൽ ചെയ്യാൻ മാത്രം ഒന്നുമില്ല അതിൽ. സോ ഡയറക്റ്റ് ആയിട്ട് ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുത്താലും ഇതിൽ കുഴപ്പമില്ല. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്കൊന്ന് നോക്കിയിട്ടും ചെയ്യാം. അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്ത് പോകാൻ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ഇൻഫിനിറ്റി എന്നാണ് വരിക, കാരണം ന്യൂമറേറ്ററിൽ എങ്ങനെയാണ് k എടുക്കുന്നത്. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 1, ഈ സീരീസ് ഡൈവേർജസ്. നെക്സ്റ്റ് പ്രോബ്ലം 3 പവർ k ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത ഫോമാറ്റിൽ തന്നെയാണ്. സോ റോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി k പ്ലസ് 1 വെക്കുമ്പോൾ 3 പവർ k പ്ലസ് 1 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ak നമുക്ക് ഇവിടെ കൊണ്ടുപോകുമ്പോൾ k ഫാക്ടോറിയൽ ബൈ 3 പവർ k. ഇതിലും നോക്കാം, ഈ ന്യൂമറേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി 3 റേസ് ടു k ഇൻറ്റു 3 എന്ന് എഴുതാം. ഇപ്പുറത്തുള്ള k ഫാക്ടോറിയൽ ഉണ്ട്, താഴെ k പ്ലസ് 1 ഇൻറ്റു k ഫാക്ടോറിയൽ എന്ന് എഴുതാം, ഇൻറ്റു 3 പവർ k ഉണ്ട്. k ഫാക്ടോറിയൽസ് കളയാം, 3 പവർ kകൾ കളയാം. ആൻസർ അപ്പോൾ കിട്ടുന്നത് ഡിനോമിനേറ്റർ എന്തിലേക്കാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 ബൈ ഇൻഫിനിറ്റി എന്നൊരു രൂപത്തിലായിരിക്കും, അതായത് 0 ആൻസർ വരും, ലെസ് ദാൻ 1. സോ കൺവേർജസ്. നെക്സ്റ്റ് പ്രോബ്ലം 1 ബൈ 5k. ഇത് ഫാക്ടോറിയലും ഇല്ല, പവർ ഒന്നും ഇല്ല, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി നോക്കാം. സോ റോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി ak പ്ലസ് 1 എന്ന് പറയുന്നത് 1 ബൈ 5 ഇൻറ്റു k പ്ലസ് 1 ആയിരിക്കും. ഡിവൈഡഡ് ബൈ ak ഞാൻ മുകളിലേക്ക് എടുക്കുമ്പോൾ 5k ബൈ 1. That is equal to limit k tending to infinity. ന്യൂമറേറ്ററിൽ 5k ഡിവൈഡഡ് ബൈ താഴെ 5k പ്ലസ് 5. നമുക്ക് ഇതിൽ നിന്ന് 5k കോമൺ ആക്കി കളഞ്ഞ ഔട്ട് സൈഡിൽ എടുത്ത് ക്യാൻസൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ 1 ആയിരിക്കും വരിക. 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് റേഷ്യോ ടെസ്റ്റിൽ നമുക്ക് കൺക്ലൂഷൻ ഇല്ലാന്നാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ഇവിടെ ഫെയിൽ ആയിരിക്കും. ദ ടെസ്റ്റ് ഫെയിൽസ്. അത് റേഷ്യോ ടെസ്റ്റ് മാത്രമാണ് ഫെയിൽ ആവുന്നത്, വേറെ ടെസ്റ്റുകൾ കുറേ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൺവേർജൻസും ഡൈവേർജൻസും ഒക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് പ്രോബ്ലം k ഇൻറ്റു 1 ബൈ 2 പവർ k. ഈ ഒരു പ്രോബ്ലം എഴുതുമ്പോൾ ഇതിപ്പോൾ 1 ബൈ 2 പവർ kയുടെ കൂടെ k മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അതായത് ഈ സീരീസ് നമുക്ക് ഇങ്ങനെ മാറ്റിയതാം, സിഗ്മ ഓവർ k ഡിവൈഡഡ് ബൈ 2 പവർ k എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ak ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. therefore ak പ്ലസ് 1 എന്നുള്ളത് എന്തെന്ന് വരും? k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പവർ k പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് നമുക്ക് നോക്കുമ്പോൾ റോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പവർ k പ്ലസ് 1 ഇൻറ്റു 2 പവർ k ഡിവൈഡഡ് ബൈ k. ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇതിൽ 2 പവർ k താഴത്തേൽ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ബാക്കി നിൽക്കുന്നത് ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2k എന്നായിരിക്കും ബാക്കി കിടക്കുക. അപ്പോൾ kയും kയും ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ബൈ 2 എന്നുള്ള ആൻസർ വരും, വിച്ച് ഈസ് ലെസ് ദാൻ 1. സോ ദ സീരീസ് കൺവേർജസ്. നെക്സ്റ്റ് പ്രോബ്ലം k ഫാക്ടോറിയൽ ബൈ k ക്യൂബ്. ഇവിടെയും റോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി ak പ്ലസ് 1 എന്ന് പറയുന്നത് k പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഹോൾ ക്യൂബ് ഇൻറ്റു ഇതിനെ റെസിപ്രോക്കൽ ചെയ്ത് എടുക്കുമ്പോൾ k ക്യൂബ് ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ന്യൂമറേറ്ററിൽ നമുക്ക് k പ്ലസ് 1 ഇൻറ്റു k ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇപ്പുറത്തെ k ക്യൂബ് ഉണ്ട്, താഴെയുള്ളത് k പ്ലസ് 1 ദ ഹോൾ ക്യൂബ് ഇൻറ്റു k ഫാക്ടോറിയൽസ്. ഫാക്ടോറിയൽസുകൾ കളഞ്ഞു. ഈ k പ്ലസ് 1 നമുക്ക് ഒരെണ്ണം ഇരുന്ന് ക്യാൻസൽ ചെയ്തല്ലേ. അപ്പോൾ ബാക്കിയുള്ളത് ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ന്യൂമറേറ്ററിൽ ഒരു k ക്യൂബ് ഉണ്ട്, താഴെ k പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നാണ്. ഇവിടെയും സോൾവ് ചെയ്യാതെ നമുക്ക് ക്യാൻസലിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കി നോക്കാം. kയുടെ പവർ ന്യൂമറേറ്ററിൽ 3ഉം താഴെ മാക്സിമം 2 ആണ് വരിക. അപ്പോൾ എങ്ങനെയൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാലും ന്യൂമറേറ്ററിൽ ഒരെണ്ണം ബാക്കി നിൽക്കും. അപ്പോൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇൻഫിനിറ്റിയിലേക്ക് പോകും, ഗ്രേറ്റർ ദാൻ 1. സോ ഈ സീരീസ് ഡൈവേർജസ്. k ഫാക്ടോറിയൽ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2k ഫാക്ടോറിയൽ. നേരെ നമുക്ക് ലിമിറ്റ് എഴുതാം, ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി k പ്ലസ് 1 തൊട്ട് നമ്മൾ എഴുതുമ്പോൾ k പ്ലസ് 1 ഫാക്ടോറിയൽ എന്നും വരും.
അതിൻ്റെ സ്ക്വയറും വരും ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കെ പ്ലസ് 1 അതിൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു എ കെ റിവേഴ്സ് ചെയ്ത് എഴുതുമ്പോൾ 2k ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയലിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി കെ പ്ലസ് 1 ഫാക്ടോറിയൽ ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം കെ പ്ലസ് 1 ഫാക്ടോറിയൽ തന്നെ കെ പ്ലസ് 1 ഇൻറ്റു കെ ഫാക്ടോറിയൽ എന്ന് എഴുതാം അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ 2k പ്ലസ് 2 ദ ഫാക്ടോറിയൽ എന്ന് വരും ബാക്കിയുള്ളത് ഇവിടെ 2k ഫാക്ടോറിയൽ ബൈ കെ ഫാക്ടോറിയലിൻ്റെ സ്ക്വയർ അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിലെ ഈ കെ ഫാക്ടോറിയൽ സ്ക്വയർ നമുക്ക് ഒരെണ്ണം ഇതിൽ ക്യാൻസൽ ചെയ്ത് കളയാം ബാക്കിയുള്ളത് അവിടെ ഒരു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബാക്കി കിടക്കുന്നുണ്ട് പിന്നെയുള്ളത് ഇപ്പോഴത്തുള്ള 2k ഫാക്ടോറിയൽ ഉണ്ട് ഡിവൈഡഡ് ബൈ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം 2k പ്ലസ് 2 അടുത്തൊന്ന് കുറച്ച് കഴിഞ്ഞാൽ 2k പ്ലസ് 1 പിന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ 2k ബാക്കിയുള്ളത് അതിൻ്റെ ഫാക്ടോറിയലാക്കി എഴുതാം അപ്പോൾ അതും ക്യാൻസൽ ചെയ്ത് പോയി വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക മോളിൽ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് കെയുടെ മാക്സിമം പവർ 2 നിൽക്കും ഡിനോമിനേറ്ററിലും ഈ ഒരു ഫാക്ടർ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ പവറിൽ 2 നിൽക്കും അപ്പോൾ ആ കെ സ്ക്വയർ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്ത് ഇവിടെ കളയാൻ പറ്റും സോ ഇവിടെ ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിലും ഒരു കെ സ്ക്വയർ ഔട്ട്സൈഡ് എടുക്കാൻ കിട്ടും അപ്പോൾ 1 പ്ലസ് 1 ബൈ കെ ദ ഹോൾ സ്ക്വയർ എന്ന് വരും താഴെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കെ സ്ക്വയർ എടുക്കാന്ന് പറഞ്ഞാൽ രണ്ടിന്നും കെകൾ പുറത്തെടുത്താൽ മതി അപ്പോൾ കെ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് 2 ബൈ കെ എന്നും വരും ഇപ്പുറത്തും 2 പ്ലസ് 1 ബൈ കെ എന്നും വരും അപ്പോൾ കെ സ്ക്വയർ ആയിട്ട് രണ്ടിനും കൊടുത്തു കഴിഞ്ഞാൽ കെ സ്ക്വയർ ആയിട്ട് വരും ആ കെ സ്ക്വയറുകൾ ക്യാൻസൽ ചെയ്ത് കളയാം ഇനി നോക്കുമ്പോൾ ലിമിറ്റ് എന്താ 1 പ്ലസ് 1 ബൈ കെ അപ്പോൾ മുകളിൽ 1 താഴെ ഈ ഒരു 2 കിട്ടും ഈ ഒരു 2 നമുക്ക് കിട്ടും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 അപ്പോൾ 1 ബൈ 4 എന്നായിരിക്കും ഇവിടുത്തെ ആൻസർ ലെസ് ദാൻ 1 കൺവേർജസ് നെക്സ്റ്റ് പ്രോബ്ലം k പ്ലസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ k ഫാക്ടോറിയൽ 4 പവർ k ഇതിൻ്റെ നമുക്കൊന്ന് എഴുതി നോക്കി നോക്കാം എ കെ പ്ലസ് 1 ഒന്ന് നേരിട്ട് എഴുതാം എന്താണ് വരിക k പ്ലസ് 1 പ്ലസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഉണ്ട് k പ്ലസ് 1 ഫാക്ടോറിയൽ ഉണ്ട് 4 പവർ k പ്ലസ് 1 ഉണ്ട് അതായത് ന്യൂമറേറ്ററിൽ k പ്ലസ് 5 ഫാക്ടോറിയലിലേക്ക് പോകും താഴെയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഇനി ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് നോക്കി നോക്കാം ലിമിറ്റ് എഴുതുമ്പോൾ റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എ കെ പ്ലസ് 1 ആണ് ആദ്യം തന്നെ അപ്പോൾ k പ്ലസ് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ k പ്ലസ് 1 ഫാക്ടോറിയൽ 4 പവർ k പ്ലസ് 1 ഇൻറ്റു എ കെ എന്ന് പറയുന്നത് ഈ സംഭവമാണ് അതിനോട് എഴുതുമ്പോൾ 4 ഫാക്ടോറിയൽ വരും k ഫാക്ടോറിയൽ വരും 4 പവർ k വരും ഡിവൈഡഡ് ബൈ k പ്ലസ് 4 ഫാക്ടോറിയൽ എഴുതാം ദിസ് ഇസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ നമുക്ക് കളയാം ഒരു 4 പവർ k ഇതിൽ കളയാം k പ്ലസ് 5 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം k പ്ലസ് 5 ഇൻറ്റു k പ്ലസ് 4 ഫാക്ടോറിയൽ എഴുതാം അപ്പോൾ ആ ഫാക്ടോറിയൽസ് ഇതിലും പോകും ബാക്കിയുള്ളത് ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിൽ ഒരു k പ്ലസ് 5 മാത്രം വരും താഴെ ഒരു 4 പവർ k പ്ലസ് 1 4 ബാക്കി നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ k പ്ലസ് 1 ബാക്കി നിൽക്കും കാരണം k ഫാക്ടോറിയൽ നമുക്ക് k പ്ലസ് 1 ഫാക്ടോറിയലും കളയാൻ പറ്റും അപ്പോൾ ഇത്രയാണ് കിടക്കുക ഇനിയും k ഔട്ട്സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് 1 ബൈ 4 എന്നായിരിക്കും ലെസ് ദാൻ 1 സോ കൺവേർജസ് അപ്പോൾ ഈ സീരീസും കൺവേർജസ് ആണ് നെക്സ്റ്റ് പ്രോബ്ലം സിഗ്മ എക്സ് പവർ കെ ഡിവൈഡഡ് ബൈ 2 പവർ കെ ഇൻറ്റു കെ ഫാക്ടോറിയൽ ഇതിൻ്റെ എ കെ പ്ലസ് 1 എഴുതുമ്പോൾ എക്സ് പവർ കെ പ്ലസ് 1 ബൈ 2 പവർ കെ പ്ലസ് 1 പിന്നുള്ളത് കെ പ്ലസ് 1ൻ്റെ സ്ക്വയർ റോ നമുക്കൊന്ന് എഴുതി വെക്കാം ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് പവർ കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പവർ കെ പ്ലസ് 1 പിന്നുള്ളത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു 2 പവർ കെ സ്ക്വയർ ബൈ എക്സ് പവർ കെ ഇപ്പം ഇതിൽ ലിമിറ്റ് കെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഈ 2 പവർ കെ പ്ലസ് 1ത്തെ 2 പവർ കെ നമുക്ക് കളയാം അതുപോലെ എക്സ് പവർ കെകളും ഇതിൽ നിന്ന് പോകും അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു എക്സ് ബാക്കി നിൽക്കുന്നുണ്ട് ഒരു കെ സ്ക്വയർ ബാക്കി നിൽക്കുന്നുണ്ട് ഡിവൈഡഡ് ബൈ താഴെ ഒരു 2 നിൽക്കുന്നുണ്ട് പിന്നെയുള്ളത് ഒരു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ നിൽക്കുന്നുണ്ട് ദിസ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ ന്യൂമറേറ്ററിൽ കെയുടെ പവേഴ്സ് കളയാന്ന് പറഞ്ഞാൽ കെ സ്ക്വയറും താഴെ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കെ സ്ക്വയർ കിട്ടും അപ്പോൾ കെകളുടെ ടേംസ് അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എക്സ് ബൈ 2 എന്നാണ് വന്നത് എക്സ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ കൺവേർജൻസും ഡൈവർജൻസും പറയാം അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കണ്ടുകൂടെയും ഇഫ് എക്സ് ബൈ 2 ലെസ് ദാൻ 1 ദ സീരീസ് കൺവേർജസ് എന്ന് പറയും ഇഫ് എക്സ് ബൈ 2 ഗ്രേറ്റർ ദാൻ 1 ദ സീരീസ് ഡൈവേർജസ് എന്ന് പറയും ആൻഡ് എക്സ് ബൈ 2 ഈക്വൽ ടു 1 ആവുമ്പോൾ ദ ടെസ്റ്റ് ഫെയിൽസ് എന്നും പറയും ഇങ്ങനെയാണ് നമ്മളിത് കൺക്ലൂഡ് ചെയ്യുക നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ കേസ് പ്രോബ്ലം ആണിത് 1 plus 1 into 3 divided by 3 factorial 1 into 3 into 5 divided by 5 factorial 1 into 3 into 5 into 7 divided by 7 factorial plus etc. ഇവിടെ നമുക്ക് nth ടേമോ അല്ലെങ്കിൽ kth ടേം എന്താണെന്ന് തന്നിട്ടില്ല സോ നമ്മൾ അത് എഴുതണം അപ്പോൾ ഇവിടെ a k ഒന്ന് നോക്കി നോക്കുക ഫസ്റ്റ് ടേമിൽ 1 മാത്രമേ ഉള്ളൂ സെക്കൻഡ് ടേമിലേക്ക് വന്നപ്പോൾ 1 into 3 by 3 factorial
അടുത്തതിലേക്ക് വന്നപ്പോൾ 1 × 3 × 5 / 5 ഫാക്ടോറിയൽ. അപ്പോൾ എക്സ്പാൻഷനിൽ ഇങ്ങനെ ടേമുകൾ കൂടിയാണ് വരുന്നത്. അപ്പോൾ കേത്തെ ടേമിൽ എത്തുമ്പോൾ എന്തുണ്ടാവും? 1 ഉണ്ടാവും, 3 ഉണ്ടാവും, 5 ഉണ്ടാവും, എക്സെട്ര. ഓഡ് നമ്പേഴ്സുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2k - 1 ആയിരിക്കും കേത്തെ ടേമിൽ വന്ന് നിൽക്കുന്നത്. ഡിവൈഡഡ് ബൈ എന്താണോ അവസാനിക്കുന്നത് അതിന്റെ ഫാക്ടോറിയലാണ് താഴെ. അപ്പോൾ 2k - 1ന്റെ ഫാക്ടോറിയൽ. ഇത് വെച്ചിട്ട് നമ്മൾ ak + 1 എഴുതണം. ak + 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 × 3 × 5 × എക്സെട്ര. ഇതിൻ്റെ ഉള്ളിൽ 2k + 1 - 1 ഡിവൈഡഡ് ബൈ 2 × k + 1 - 1 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ അതായത് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 × 3 × 5 എക്സെട്ര. ഈ 2k ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2k + 2 എന്ന് വരും. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2k + 1 ഡിവൈഡഡ് ബൈ 2k + 1 ഫാക്ടോറിയൽ എന്നും കൂടെ വരും. ഇനി ഇതിൻ്റെ റോ എഴുതി നോക്കുമ്പോൾ ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 3 5 എക്സെട്ര 2k + 1 ഡിവൈഡഡ് ബൈ 2k + 1 ഫാക്ടോറിയൽ ഇൻറ്റു akയുടെ ടേം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2k - 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 × 2 3 × 5 × എക്സെട്ര 2k - 1 എന്നായിരിക്കും വരിക. ഇപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2k + 1 ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാം? 2k + 1 ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? 2k ഉണ്ടാവും, പിന്നെയാണ് 2k - 1 വരുള്ളൂ അല്ല. അതായത് ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 3 5 എക്സെട്ര 2k + 1 അത് മുകളിലത്തെ ഡിവൈഡഡ് ബൈ ഈ 2k + 1 ഫാക്ടോറിയൽ എഴുതുമ്പോൾ 2k + 1 തുടങ്ങണം. അടുത്തത് 2k ഒന്ന് കുറച്ച് എഴുതി, പിന്നെ ഒന്ന് 2k - 1 അത് ഫാക്ടർ ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തുള്ളത് 2k - 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 3 5 എക്സെട്ര 2k - 1. അപ്പോൾ നോക്കിയേ 2k - 1 ഫാക്ടോറിയൽസുകൾ പോയി. ഈ 2k + 1 ഇതിൻ്റെ മുകളിൽ പോയി. ഇനി ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ടേം വരെ ആയിരിക്കും 2k - 1 വന്നിട്ടുണ്ടാവുക. കാരണം ഓഡ് നമ്പേഴ്സുകളാണ് മുകളിൽ എടുക്കുന്നത്. അപ്പോൾ അത്രയും ഫാക്ടോറിയൽസും അതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളത് ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിൽ 1 ഡിവൈഡഡ് ബൈ 2k എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1/∞ എന്ന് പറയും, 0 വരും, <1. സോ ദ സീരീസ് കൺവെർജസ്. ഇതിന്റെ ടൈപ്പ് വരുന്ന അടുത്തൊരു പ്രോബ്ലമാണ് 1 + 1 × 2 ഡിവൈഡഡ് ബൈ 1 × 3 + 1 2 3 ഡിവൈഡഡ് ബൈ 1 3 5 ഇങ്ങനെ പോകുന്നൊരു സീരീസ്. ഇവിടെയും നമ്മൾ ak എന്ത് വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ 1 2 3 മോളിൽ എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 2 3 4 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ kയിൽ ചെന്ന് അവസാനിക്കും. താഴെ ഓഡ് നമ്പേഴ്സുകളാണ് വരുന്നത്. അപ്പോൾ 1 3 5 എക്സെട്ര 2k - 1ലും ചെന്ന് അവസാനിക്കും. ഇത് വെച്ചിട്ട് നമ്മുടെ ak + 1 എഴുതി നോക്കുക. 1 2 3 എക്സെട്ര k ഉണ്ടായിരിക്കും, k + 1 ഉണ്ടായിരിക്കും അല്ലേ. k + 1 ടേമിന് തൊട്ട് മുമ്പിൽ kയുടെ ടേം ഉണ്ടായിരിക്കുമല്ലോ. ഡിവൈഡഡ് ബൈ 1 3 5 എക്സെട്ര k + 1 കൊടുത്ത് എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2k + 1 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. റോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 2 3 എക്സെട്ര k × k + 1 ഡിവൈഡഡ് ബൈ 1 3 5 എക്സെട്ര 2k + 1 ഇൻറ്റു ak റിവേഴ്സ് അടിച്ച് വരുമ്പോൾ 1 3 5 എക്സെട്ര 2k - 1 ഡിവൈഡഡ് ബൈ 1 2 3 എക്സെട്ര k വരെ. അത്രയും kയുടെ ടേംസ് ഇതിൽ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ 2k - 1 ആണ് മുകളിൽ, ഇവിടെ വന്നിരിക്കുന്നത് 2k + 1 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിൽ ഒരു k + 1 മാത്രമേ നിൽക്കുള്ളൂ. താഴെ ഇത്രയും ടേംസ് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ടേം വരെയുള്ളതിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 2k + 1 ഇതിന് k നിങ്ങൾക്ക് ഔട്ട് സൈഡ് എടുത്ത് കളയാം. ബാക്കി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/2 എന്ന് വരും, <1. സോ ഈ സീരീസും കൺവെർജൻസ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് കണ്ട രണ്ട് പ്രോബ്ലം റേഷ്യോ ടെസ്റ്റിൻ്റെ സ്പെഷ്യൽ ടൈപ്പുകളാണ്. ഇങ്ങനെ വരുന്ന സീരീസുകളൊക്കെ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ടാണ്